ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു 1 kg വെയിറ്റ് വരുന്ന വാനില കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേക്ക് കസ്റ്റമർ പറഞ്ഞ പ്രകാരം 2 kg വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചു വെക്കാം. ഇപ്പോൾ ഒരു തവണ മാത്രം അരിച്ചെടുത്തിട്ട് പിന്നെ ബാറ്ററിലേക്ക് ചേർക്കുമ്പോൾ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് കേക്ക് ടിന്ന് ഒന്ന് റെഡിയാക്കി വെക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു 9.5 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ ടിന്നായാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിം മോഡിലിട്ടിട്ട് വെക്കണം. ഇനി ഒരു 4 മുട്ട എടുത്തിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ വൈറ്റിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അല്പം ഒന്ന് ബീറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പോളം പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് വൈറ്റ് ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് എക്സ്ട്രാ വീണു പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എഗ് യോക്ക് ചേർക്കുമ്പോൾ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ യോക്കും ചേർത്തിട്ട് ഇതൊരു 2 മിനിറ്റോളം ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ഇടവിട്ടിട്ട് ഇതേപോലെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ പാലെടുക്കുമ്പോൾ ഇളം ചൂടുള്ളതോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ളതോ എടുക്കണം. അപ്പോൾ കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ടിന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ആദ്യത്തെ ഒരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം സിമ്മിലേക്ക് മാറ്റിയിട്ടാണ് ബേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഗ്യാസ് അടുപ്പിൻ്റെ വലിയ അടുപ്പാണ്. ഇപ്പോൾ ഒരു 25-30 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ചൂടാറിയ ശേഷം ഞാനിത് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കി കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ചൂടൊക്കെ മാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വാനില കേക്കിൽ ഫില്ലിംഗ് ആയിട്ടൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഉള്ളതുകൊണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് വെറ്റ് ചെയ്തിട്ട് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. അതിന് ശേഷമാണ് ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കിയ ശേഷം സൈഡിൽ ഇതേപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സെൻട്രലായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അതിനെ ചുറ്റിലായിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ക്രീം ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്ററിലായിട്ട് നെയിം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവർ വരക്കാം. അപ്പോൾ ഫ്ലവർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രീമിൽ ഈ ഒരു റെഡ് കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്.
അപ്പോൾ കളർ ചേർത്ത് കഴിഞ്ഞാൽ ക്രീം കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. പക്ഷേ എനിക്കിത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് കിട്ടിയ ഓർഡറായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രീം അല്പം ഒന്ന് മെൽറ്റായ പോലെ ഉണ്ട്. മൂന്ന് പെറ്റൽസ് മാത്രം വരച്ചിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫ്ലവറും ചെയ്തിട്ട് കേക്കിലേക്ക് ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനി സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ആ ഒരു പൈപ്പിംഗ് ബാഗ് തന്നെ വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ലീഫും കൂടി വരച്ചെടുക്കാം. ഇനി കേക്കിൻ്റെ സൈഡിലായിട്ട് ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ഫ്ലവറും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ലീഫും കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് 1 kg വെയിറ്റ് വരുന്ന ഒരു കേക്കാണിത്. ഇതിൻ്റെ ബേസിൻ്റെ വെയിറ്റ് 200 ഗ്രാമും സംതിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.